അതിൻ്റെ ചികിത്സാ രീതികൾ കൂടുതലും സാർ ഇപ്പം ജനറിക്കായിട്ടൊന്ന് പറഞ്ഞ ഒരു കൺസർവേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സർജറി, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും രീതികളും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ഒഴിവാക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബെൻഡിങ്, ലിഫ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, ഇപ്പോൾ IT ഫീൽഡിലൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സ് മോഡിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ഡിസ്കിൻ്റെ ആയിട്ട് വരുന്ന കാലിലേക്ക് വരുന്ന വേദനയും മറ്റും ട്രീറ്റ് ചെയ്യുന്നത്. അതിന് വേറൊരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, ന്യൂറോട്രോഫിക്സ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചികിത്സിക്കുന്നത്. പക്ഷേ ആ മെഡിസിൻസ് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല മെഡിസിൻസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിക്ക് ഡിസ്ക് റിലേറ്റഡ് സിംറ്റംസിന് നല്ലപോലെ റോളുള്ള ഒരു ഡിസീസാണ് ഡിസ്ക് പ്രൊലാപ്സ്. അതിനകത്ത് ചില ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉണ്ട്, SWD, IFT, ടെൻസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അതെല്ലാം മെഷീൻസ് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിൽ മാത്രമേ അതും ചെയ്യാവൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% ആളുകളിൽ ഇതെല്ലാം ചെയ്താലും അൾട്ടിമേറ്റ്ലി സർജറിയിൽ എൻഡപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരു ന്യൂനപക്ഷമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടത് ഒരു ഡിസ്ക് സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്ക്? പണ്ടെല്ലാം ഈ ഡിസ്കിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ സർജറീസ് ആയിരുന്നു. ഓപ്പൺ ചെയ്ത് ഡിസ്ക് കട്ട് ചെയ്ത് മാറ്റുക, അങ്ങനെയൊക്കെയുള്ള ഓപ്പൺ സർജറീസ്. അപ്പോൾ അത് അന്നത്തെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഈ ഓപ്പറേഷന് ശേഷം ഒരുപാട് റെസ്റ്റ്, മാസങ്ങളോളം ചില സെൻറ്റേഴ്സ് പണ്ടൊക്കെ റെസ്റ്റ്, ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ എല്ലാം പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇതെല്ലാം ചെയ്യുന്നത് മിനിമലി ഇൻവേസീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ദിവസം മുതൽ തന്നെ ആളെ എണീപ്പിച്ച് നിർത്തുകയും നടക്കുകയും ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും. ഒരു ദിവസം പോലും നമ്മൾ ഇന്ന് ഈ ചെറിയ മിനിമലി ഇൻവേസീവ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. 8 മണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ശരിക്കും ആവശ്യമില്ല. അടുത്ത ദിവസം മുതൽ നമ്മൾ എല്ലാ പേഷ്യൻറ്റിനെ കഴിഞ്ഞിട്ട് നടത്താറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് കുനിയാൻ ദൂരം ചെയ്യുന്നതും വെയിറ്റ് പൊക്കുന്നതും പോലത്തെ കാര്യങ്ങൾ 1 ഇയർ വരെ ചെയ്യാതിരിക്കുന്നതെന്നുള്ളത്. അത് കേസ് ബൈ കേസ് ഡിഫറൻസ് ഉണ്ട്. ചില ആളുകളെ നമ്മൾ ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 6 ആഴ്ച കഴിയുമ്പോൾ സമ്മതിക്കും. പക്ഷേ ഡ്രൈവിങ്ങിൽ പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും 3 to 4 months ഡിലേ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഹെവി ആക്ടിവിറ്റീസ് 1 ഇയർ വരെ റെസ്ട്രിക്ഷൻ പറയാറുണ്ട്. അതാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. നമുക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഒരു ഇത്രയും മേജറായിട്ടൊരു സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആളെ എഴുന്നേപ്പിച്ച് നടത്തുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത്. പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു, കിടന്ന് റെസ്റ്റ് എടുക്കണം, ഇത്ര മാസങ്ങൾ കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞേ നടക്കുള്ളൂ എന്നൊക്കെ ഒരു ധാരണ കാരണം പലരും ഭയക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്പൈനിനെ തൊടാൻ എല്ലാവർക്കും പേടിയാണ് പൊതുവെ. ഡോക്ടർ, ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ഏറ്റവും പ്രായം കൂടിയ ഡോക്ടർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ, അതായത് ഏജ് നമ്പർ എന്ന നിലയിൽ എത്രയാണ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട്? 90 വയസ്സുള്ള അതൊക്കെയാണ് ശരിക്കും ധൈര്യം തരുന്നത് പ്രേക്ഷകർക്ക്. നമുക്ക് എപ്പോഴും സംശയമാണ് അത്രയും പ്രായമായാൽ ചെയ്യണോ, ആ സമയത്ത് ശരിക്കും കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന്റെ നോളജും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ പ്രൊഫൈലും വെച്ചിട്ടാണ് പലപ്പോഴും ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഭയങ്കരമായ ഭയപ്പാടുള്ള ഒരു സെറ്റപ്പിലുള്ള ആളുകളിലേക്ക് നമ്മളത് ഓഫർ ചെയ്യുമ്പോൾ നാച്ചുറലി അവരത് സ്വീകരിക്കണം എന്നില്ല. പക്ഷെ കുറച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ വരുംവരായകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, കാല് തളർന്നു പോകുന്ന പോലുള്ള റിസ്കുകൾ പറഞ്ഞു കൊടുക്കുകയും പലപ്പോഴും തളർച്ച ആരംഭിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ അത് മനസ്സിലാക്കിയിട്ട് ഓപ്പറേഷന് വില്ലിങ് ആവുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നടുവേദന വന്ന ഒരു ബെൽറ്റ് ഇട്ടാൽ മതി, ബെൽറ്റ് ഇട്ട് നടു അങ്ങ് നിവർത്തി വെച്ചാൽ ശരിയാകും. അതൊരു ശരിയായിട്ടുള്ള ഒരു രീതിയാണോ? ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ആസ്പെക്റ്റ് ആണ്. അതായത് പണ്ട് ഒരു 15-20 വർഷം മുന്നേ വരെ ഉള്ള ഒരു കൺസെപ്റ്റ്, നമുക്ക് നടുവായിട്ട് ബന്ധപ്പെട്ട ഡിസ്കോ അല്ലെങ്കിൽ എന്ത് അസുഖമായിട്ട് ബന്ധപ്പെട്ട് വേദനകളുണ്ടായാലും ഒരു ബെൽറ്റ് ഇടുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അകാരണമായിട്ട് ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് ഇട്ട് നടുവ് അനക്കാതെ വെക്കുകയാണ്, സ്പ്ലിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും
അങ്ങനെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പൈനിന് കൊടുത്തു കഴിഞ്ഞാൽ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ മസിൽസ് വർക്ക് ചെയ്യില്ല. നട്ടലിനെ സ്പാൻ ചെയ്തു പോകുന്ന പാരാസ്പൈനൽ മസിൽസ് എന്ന് പറയും. പാരാസ്പൈനൽ പേശികൾ വർക്ക് ചെയ്യാതിരിക്കുകയും അത് ശോഷിച്ചു പോവുകയും തുരുമ്പെടുത്തു പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ ബെൽറ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാകും. അപ്പോൾ അത് വിപരീത ഫലമാണ് പലപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയണതെന്ന് വെച്ചാൽ നമുക്കത് ഫ്രാക്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ ട്യൂമേഴ്സ്, സ്പൈനൽ ട്യൂമേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഒട്ടും അനങ്ങാൻ പാടാത്ത കണ്ടീഷൻ, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസിന് മാത്രമേ നമ്മൾ ബെൽറ്റ് കൊടുക്കാവുള്ളൂ. അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് ബെൽറ്റ് കൊടുക്കരുത്. ഇനി അഥവാ ബെൽറ്റ് അങ്ങനെയുള്ള പെയിൻ, നിസ്സാരമായ പെയിൻ ഉള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, ലോങ് ഡ്രൈവ് പോകേണ്ടി വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ ജർക്കി മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോകേണ്ടി വരുമ്പോൾ ആ സമയത്തേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് ബെൽറ്റിനെ പറ്റി പറയാനുള്ള കാര്യം. ഇനി നമ്മളിത് സംസാരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെ, ഇപ്പോൾ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ, എൻ്റെ മകൻ വരെ പറയും ഇടയ്ക്ക് അമ്മ പുറം വേദന എടുക്കണം, ബാക്ക് പെയിൻ. അപ്പോൾ ഈ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? കാരണം അവർക്ക് പ്രത്യേകിച്ച് അവർ വീട്ടുജോലികൾ ചെയ്യുന്നില്ല, ഒത്തിരി നടക്കുന്നില്ല, ഒരു 8 വയസ്സ് 10 വയസ്സിൽ അങ്ങനെ ഒത്തിരി കളിക്കുന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ബാക്ക് പെയിൻ വരാനായിട്ടുള്ള ഒരു? കുട്ടികൾ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നടുവേദനയുടെ ഏറ്റവും കോമൺ ആയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന കാരണം സ്ട്രെയിൻസ് ആൻഡ് സ്പ്രെയിൻസ്, പേശികൾക്കോ കണ്ണികൾക്കോ വരുന്ന അമിതമായ സമ്മർദ്ദം മൂലം ഉണ്ടാവുന്ന കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് സ്കൂൾ ബാഗിൻ്റെ അമിതമായിട്ടുള്ള വെയിറ്റ് ആണ്. ഇത് ഒരുപാട് ഫോറംസിൽ ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതായത് CBSEയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇക്കാര്യത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, നിലവിലുണ്ട്. അതായത് പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 10% കൂടുതൽ വെയിറ്റ് പാടില്ല ബാഗിന്. ആൺകുട്ടികൾക്കാണെങ്കിൽ, മുതിർന്ന ആൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബോഡി വെയ്റ്റിൻ്റെ 15% കൂടുതൽ പാടില്ല എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇതെവിടെയും ഇംപ്ലിമെൻറ്റ് ആവുന്നില്ല. അപ്പോൾ ഈ അമിതമായിട്ടുള്ള വെയിറ്റ് പിള്ളേർ സ്കൂൾ ബാഗ് ചുമക്കുമ്പോഴത്തേക്കും അവർക്ക് നട്ടലിന് ഡോർസൽ സ്ട്രെയിൻ, ലംബ